ശ്രീ എം ജയചന്ദ്രൻ പത്രഭാഷയിൽ CBI ED ഒക്കെ കൂട്ടിലാക്കി. പക്ഷേ കോടതിയും ജുഡീഷ്യറിയുമാണ് ഒരു വ്യതിരിക്തമായ പൊസിഷനിൽ നിൽക്കുന്നത്. ഇവിടെ നേരത്തെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ ഈ മോണ്ടസ്ക്യൂവിൻ്റെ തന്നെ തിയറി പ്രകാരം ഒരു എസ്റ്റേറ്റും ഈ സെപ്പറേഷൻ ഓഫ് പവറിൽ ഒരു എസ്റ്റേറ്റും അബ്സല്യൂട്ട് പവർ വഹിക്കുന്നില്ല. അങ്ങനെ ഒരാളും ഒന്നിനു മേലാകാത്ത വിധം വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെയൊക്കെ നിർവഹിക്കാനും നിർവചിക്കാനും കൃത്യമായി ഈ ഭരണഘടനയെ സംരക്ഷിക്കാനുമുള്ളൊരു സംവിധാനമായി കോടതി നിൽക്കുകയാണ്. അത് കോടതിയുടെ മാത്രം എക്സ്ക്ലൂസീവായ ഒരു അധികാരമാണ്. മറ്റുള്ളതൊക്കെ അവകാശമായി നിൽക്കുമ്പോൾ തന്നെ ഒരു അധികാരമാണ്. ഇവിടെ നോക്കൂ, പറയുന്ന കാര്യം ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? അയാളെ വിമർശിക്കാമോ? ഇത് ഏതാണ്ട് കുടുംബകാര്യം പോലെയാണ്. ഞാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു, അതുകൊണ്ട് എന്നെ വിമർശിക്കരുത്, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം ചെയ്താൽ അദ്ദേഹത്തെ വിമർശിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജഡ്ജിമാരെ വിരട്ടുകയാണ്. ഈ ഖന്ന തന്നെയാണ് ഇത്തരം മുർഷിദാബാദിലടക്കമുള്ള വിഷയങ്ങളിൽ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള കാരണമെന്ന് പരസ്യമായി പറയുക വഴി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അതാണ് ശ്രീ സമ്പത്ത് എം പി അടിവരയിട്ടത്. ഭീഷണിപ്പെടുത്തുകയാണ്. അതെ 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 അജിംഷാദെ, ഇത് അടിസ്ഥാനപരമായി പ്രശ്നം മറ്റൊന്നാണ്. ഈ അടിസ്ഥാന പ്രമാണമാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അടിസ്ഥാന പ്രമാണത്തിൽ തന്നെ പറയുന്ന ചില ആധികാരികമായ വസ്തുതകളുണ്ടല്ലോ. നിരീക്ഷണങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്, വസ്തുതകൾ. അതിൽ ഏറ്റവും സുപ്രധാനമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, പൊതുവിലെല്ലാവരും അംഗീകരിക്കുന്നതും ആയിട്ടുള്ള ഒരു പ്രമാണം, കോടതികൾ ചെയ്യുന്നത് നിയമനിർമ്മാണങ്ങളല്ല. നിയമനിർമ്മാണങ്ങളെ വ്യാഖ്യാനിക്കുന്ന ജോലിയാണ്, ആ ഉത്തരവാദിത്വമാണ് കോടതികൾ, സുപ്രീം കോടതി അടക്കം ചെയ്തു പോരുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു അടിസ്ഥാന പ്രമാണവുമാണത്. ഇവിടെയും അതുതന്നെയാണല്ലോ ചെയ്തത് സുപ്രീം കോടതി. ആ അടിസ്ഥാന പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് യാതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നേരിട്ട് സുപ്രീം കോടതിയുടെ അത്തരത്തിലുള്ള അധികാരങ്ങളെ വളരെ ഈ ആഭാസകരമായ പാർലമെൻ്ററിയന്മാർ എന്ന് പറയുന്ന ജനപ്രതിനിധികൾക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് അവർ വിവേകമതികളായിരിക്കണം എന്നുള്ളതാണ്. അതിനു പകരം ആഭാസകരമായ നിലയിൽ കോടതി നിയമനിർമ്മാണം പോലും നടത്തുന്ന നിലയിലേക്ക് മാറുകയാണ് എന്ന് തുറന്നടിച്ച് ആക്രമണോത്സുകമായി പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആഭാസകരമായ വർത്തമാനം പറയുന്ന നിലയിലേക്ക് പാർലമെൻറ്റേറിയന്മാർ മാറുന്നു. അത് BJPയുടെ നിഷികാന്ത് ദുബെ ആണെങ്കിലും മറ്റേ ശർമ്മയുണ്ടല്ലോ, ദിനേശ് ശർമ്മയാണെങ്കിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ എന്താണ് നേതൃത്വം പറയുന്നത്? അത് നിഷികാന്ത് ദുബെയുടെ പ്രസ്താവന തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല. പക്ഷേ BJP ആ പ്രസ്താവന ഓൺ ചെയ്യുന്നതേയില്ല, തള്ളിക്കളയുന്നു എന്നാണ് JP നദ്ദ പറയുന്നത്. അവിടെയാണ് തർക്കമുള്ളത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ തർക്കിക്കുന്നത്, എനിക്ക് വിയോജിപ്പുള്ളത്, സ്ട്രോങ് ഡിസ്കണ്ടൻ്റ് ഉള്ളത് അവിടെയാണ്, അല്ലെങ്കിൽ റിജോയിൻഡർ ഉള്ളത് അവിടെയാണ്. കാരണം ഇത് അത് അദ്ദേഹം നമ്മുടെ സമ്പത്ത് അത് പറഞ്ഞു. അത് സംബന്ധിച്ച് അദ്ദേഹം ദീർഘകാലം MP ആയിരുന്ന വ്യക്തിയും കൂടെയാണല്ലോ. അദ്ദേഹം അത് പറയുകയും ചെയ്തു. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഈ വിഷയത്തിൻ്റെ കാതലായി കിടക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവർക്കുണ്ടാവുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കും അത് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിനും ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ, അസഹിഷ്ണുതകൾ വളരെ വലിയ ഫ്രസ്ട്രേഷനായിട്ട് പുറത്തേക്ക് വരുന്നു. ആ ഫ്രസ്ട്രേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ജനാധിപത്യപരമായി കോടതികൾ ഇടപെടുന്ന രീതി അവർക്ക് ഒട്ടും രുചിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വരുന്ന അടുത്ത ഭാഗമുണ്ട്, അതിൻ്റെ എന്തുകൊണ്ടാണിത് എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും. ഇപ്പോൾ ഉപരാഷ്ട്രപതിയുടെ കാര്യം പറഞ്ഞു, വൈസ് പ്രസിഡൻ്റിൻ്റെ കാര്യം പറഞ്ഞു. വൈസ് പ്രസിഡൻറ്റിന് ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ അടക്കമുള്ള വിപുലമായ അധികാരങ്ങളുള്ള പദവിയാണ് വൈസ് പ്രസിഡൻ്റേത്. പക്ഷേ നമ്മൾ സാധാരണ പൗരന്മാർ അന്വേഷിക്കുന്ന എന്താണ്? ഈ വിമർശനങ്ങളുടെ ലക്ഷ്യമെന്താണ്? പ്രത്യക്ഷത്തിൽ നമ്മളതാണ് അന്വേഷിക്കുന്നത്. ഞാനും താങ്കളും പ്രിയ സുഹൃത്ത് ഷാബു പ്രസാദും ശ്രീ A സമ്പത്തും ഒക്കെ ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ ഈ വിമർശനങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ആരും അന്വേഷിക്കുക. ആ അന്വേഷണത്തിൽ എന്താണ് നമുക്ക് മറുപടി കിട്ടുക?
ഇത് BJP നേതൃത്വം പിന്നെ ആഗ്രഹിക്കാത്ത കാര്യമാണെന്നോ BJP ഇത്തരം വിമർശനങ്ങളെ തെല്ലും പക്ഷേ അത് BJP വിരുദ്ധമായ പക്ഷത്ത് നിൽക്കുന്നവരുടെ വ്യാഖ്യാനമല്ലേ? BJP ഇവിടെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചു, ഈ കാര്യങ്ങൾ ചരിത്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിരത്തിക്കൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു ചില കാര്യങ്ങൾ. കാരണം ഏത് ഘട്ടത്തിലാണ് സംഘപരിവാർ ഇത്തരത്തിലുള്ള ചെയ്തികളെ എതിർത്തിട്ടുള്ളത്, ഇതൊക്കെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ശരിയാണ്, അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ BJPയുടെ എതിർചേരിയിൽ നിൽക്കുന്നവരുടെ വ്യാഖ്യാനം മാത്രമല്ലേ അത്? ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റേതല്ല എന്ന് നദ്ദ തന്നെ രംഗത്തെത്തി പറയുന്നതോടുകൂടി ആ പ്രസ്ഥാനത്തിന് കൈയൊഴിയാനാകില്ലേ? പിന്നെന്താണ് ഒരു പ്രസ്ഥാനത്തിന് ചെയ്യാനാവുക? ശ്രീ ജയചന്ദ്രൻ. അല്ല അജിംഷാദ്, ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ജനാധിപത്യ സംവിധാനങ്ങൾ ഏതിനെയും വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതിലൊന്നും തെറ്റ് കാണുന്ന ആളേ അല്ല ഞാൻ. ജഗ്ദീപ് ധൻഖർ എന്ന വൈസ് പ്രസിഡന്റ് വിമർശിക്കാം, നിഷികാന്ത് ദുബെ എന്ന MP-ക്ക് വിമർശിക്കാം, ദിനേശ് ശർമ്മ എന്ന MP-ക്ക് വിമർശിക്കാം, എനിക്ക് വിമർശിക്കാം. നമുക്ക് ആർക്കും വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ടെന്നേ. പക്ഷേ അതേസമയം തന്നെ മറ്റൊരു കാര്യമുണ്ട്. പാർലമെൻ്ററി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭരണവ്യവസ്ഥയായി അംഗീകരിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. അത് അടിസ്ഥാന പ്രമാണമാണ്. പാർലമെൻ്ററി ജനാധിപത്യം ഭരണവ്യവസ്ഥയായി അംഗീകരിച്ച നാടാണ് ഈ ഇന്ത്യ. അപ്പോൾ ഇവിടെ പാർലമെൻറ്റിൽ രാജ്യത്ത് ഏറ്റവും പരമപ്രധാനമായി നിലനിൽക്കുന്നത് എന്താണ്? സംശയമൊന്നുമില്ലാതെ എല്ലാവർക്കും അറിയാം, അത് ഭരണഘടനയാണ്. ആ ഭരണഘടനാപരമായ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളെയും ചുമതലപ്പെടുത്തിയിട്ടുള്ളത്, ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയാണ് തർക്കം. അവിടെ നിൽക്കുന്നവർ വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അജിംഷാദെ. പക്ഷേ ആ വിമർശനത്തിന് എല്ലാവർക്കും അവരവരുടെ പരിധിയുണ്ട്. ആ പരിധിക്കകത്ത് നിന്ന് വിമർശിക്കുമ്പോഴാണ് വിമർശനം സത്യസന്ധമാകുന്നത്, യുക്തിസഹമാകുന്നത്. വിമർശനത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, വിമർശനത്തിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ആർക്കും സംശയമില്ലാതെയാവുന്നത്. ഇവിടെ അതല്ല. വിമർശനത്തിലെ ലക്ഷ്യങ്ങൾ തികച്ചും സംശയാസ്പദമാവുന്നത് താങ്കൾ ചൂണ്ടിക്കാണിച്ച BJPയുടെ ആണെങ്കിലും അവർക്ക് പിന്നെ അതിന് മുകളിൽ നിൽക്കുന്ന RSS എന്ന വലിയ അംബ്രലയുടെ ആണെങ്കിലും ഒക്കെ അസഹിഷ്ണുത, ഈ പിന്നെ ഫ്രസ്ട്രേഷൻ, അത് പല നിലയ്ക്കാണ് പുറത്തു വരുന്നത്. അത് പുറത്തു വരുന്നതിന് ഭാഗമായിട്ടാണ് വിമർശന ലക്ഷ്യങ്ങൾ നമ്മളെപ്പോഴും സംശയാസ്പദമായി കാണുന്നത്. അത് ഈ വീണ്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് ജിംഷാദെ. വിമർശന ലക്ഷ്യങ്ങൾ എന്താണ് ഇവരുടേത്? ആ വിമർശന ലക്ഷ്യങ്ങളിൽ ഇവർ കാണുന്നത് എന്താണ്? ആരെയാണ് ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് കഴിഞ്ഞ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഇവരെങ്ങോട്ടാണ് പോകുന്നത്. രാജസ്ഥാനിൽ ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ടല്ലോ, പിന്നെ ഈ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആ പ്ലേറ്റ് തന്നെ മൊത്തം മാറ്റിവെച്ചു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് മൊത്തം BJP ഹാൻഡിലുകളും ആവർത്തിച്ച് നമ്മളോട് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്തു വലിയ തോതിൽ. അതുതന്നെ UPയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഉണ്ടായി, നിരവധി ഭാഗങ്ങളിലത് ഉണ്ടായി. എത്തരത്തിൽ ഭരണഘടനയെ കവർച്ച ചെയ്യാനാണ് അല്ലെങ്കിൽ ഭരണഘടനയെ അതിലംഘിക്കാനാണ് ഇവർ വരുന്നത് എന്നുള്ള ബോധം ഉണ്ടായത് നമ്മൾ പറയുന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത സാധാരണക്കാരായ പിന്നെ ഉത്തരേന്ത്യക്കാർക്കാണത് ഉണ്ടായത് കൂടുതൽ. അതിൻ്റെ ഭാഗമാണ് BJPക്ക് സംഭവിച്ച തിരിച്ചടിയെന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനകത്ത് തെറ്റും ശരിയുണ്ടാവാം. അത് ഈ നമ്മുടെ ചർച്ചയുടെ പരിധിക്കകത്ത് കടന്നു വരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിൽ കൂടുതൽ പോകുന്നില്ല. പക്ഷേ അപ്പോഴും ഞാൻ ഊന്നി പറയുക, ഇപ്പോഴത്തെ ഈ ചർച്ചയുടെ എല്ലാം കാതൽ നിൽക്കുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്. ഇവരുടെ വിമർശനത്തിൽ ലക്ഷ്യം എന്താണ്? അതാണ്